rooftop garden എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. സോ ഞാനിപ്പോൾ നിൽക്കുന്നതും റൂഫ്ടോപ്പ് ഗാർഡൻ്റെ അടുത്താണ്. സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മെക്സിക്കൻ ഗ്രാസ് ആണ്. കാരണം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട്. ഞാൻ പക്ഷേ കാണിക്കാൻ പോകുന്നത് ബഫലോ ഗ്രാസ് വെച്ച് റൂഫ് ഗാർഡൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. സോ ഇതിന് ഇവിടെ യൂസ് ചെയ്യുന്നത് RBR എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. അത് സിമെൻറ്റ് പൊടിയായിട്ട് മിക്സ് ചെയ്യണം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഫുള്ളി ക്ലീൻഡ് ആയിട്ടുള്ള ടെറസിൽ ഇത് പെയിൻറ്റ് നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ പെയിൻറ്റ് ചെയ്യണം. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഉണങ്ങാനായിട്ടൊരു സമയം കൊടുക്കണം. ആ ഉണങ്ങാൻ കൊടുക്കുന്ന സമയത്തിൻ്റെ ഇടയ്ക്ക് മഴയൊന്നും പെയ്യാൻ പാടില്ല. അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് പോവും. പിന്നെ അത് പിന്നെയും ഒന്നും കൂടെ ചെയ്യേണ്ടി വരും. ഈ പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് RBR ആവശ്യത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്നാലും റൂഫ് ഗാർഡനിങ് ചെയ്യുന്നതുകൊണ്ട് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷനും കൂടെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുക. ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിൽ ചല്ലിയിടുന്നത് വീഴുന്ന വെള്ളം നല്ലപോലെ ഡ്രെയിൻ ആയിട്ട് പോകാനാണ്. അതുകൂടാതെ ഈ ടെറസ് തന്നെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പം നല്ലതുപോലെ സ്ലോപ്പ് ഇട്ട് വേണം പ്ലാസ്റ്റർ ചെയ്യാൻ. അപ്പം വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ലോപ്പ് ടെറസിൻ്റെ സർഫസിൽ ഉണ്ടാവണം. സോ ചല്ലിയിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ സപ്പോസ് ഒത്തിരി അങ്ങ് സപ്പോർട്ടൊന്നും കൊടുക്കാത്തൊരു ടെറസാണെങ്കിൽ ലോഡ് ഓവറായിട്ട് വരുമ്പോഴത്തേക്ക് പ്രശ്നമാണ്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ചകിരി ചോറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാൻഡ് ഇട്ടാൽ മതി ഈ ഗ്രാസ് പിടിപ്പിക്കുന്നതിന്. അല്ലെങ്കിൽ സാൻഡ് മാത്രം ആകുമ്പോഴത്തേക്ക് ഒരുപാട് ലോഡ് വരും. സോ ചെറുതായിട്ട് ചകിരി ചോറ് മിക്സ് ചെയ്ത സാൻഡ് ഇതിൻ്റെ അകത്ത് ഇടുക. ഇത് ഫുൾ കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി നമുക്ക് മെക്സിക്കൻ ഗ്രാസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബഫലോ ഗ്രാസ് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ പർട്ടിക്കുലർ ടെറസിൽ ഷെയ്ഡ് ഒരുപാടുള്ള ടെറസാണ്. എൻ്റെ മുകളിലൊക്കെ മാവിൻ്റെ ചില്ലകളും തേക്കും ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് വീഴുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രോപ്പറായിട്ട് വെയിൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മെക്സിക്കൻ ഗ്രാസ് ഉപയോഗിക്കുന്നതിന് പകരം ചൂസ് ചെയ്തിരിക്കുന്നത് ബഫലോ ഗ്രാസാണ്, കുതിരപ്പുല്ലെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചവിട്ടിപ്പുല്ലെന്ന് പറയുന്നത്. ഇതിപ്പം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മെക്സിക്കൻ ഗ്രാസിൽ ചെയ്യുന്നതിനെക്കാട്ടി കോസ്റ്റ് കുറവാണ്. ഇത് ഈവൻ ഗാർഡനേഴ്സിന് തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ചിലപ്പം റോഡിൽ നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വയലിൻ്റെ കരയിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും ഈ കുതിരപ്പുല്ലെന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് എടുത്ത് വേണമെങ്കിലും സ്വന്തമായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇത് വെറുതെ ഇട്ടിട്ട് ഇടിക്കുന്ന ഒരു സാധനം കൊണ്ട് നല്ലതായിട്ട് മണ്ണിൽ ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വളരും. ഇപ്പോൾ ഒരു മെക്സിക്കൻ ഗ്രാസും നമ്മളിതും തമ്മിലുള്ള കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും മെയിൻ്റെനൻസിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ബഫലോ ഗ്രാസാണ് മെയിൻ്റെനൻസ് വളരെ കുറവ്. മെയിൻ്റെനൻസ് കുറവെന്ന് പറഞ്ഞാൽ അതിലങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെതലോ അല്ലെങ്കിൽ ഫംഗസ് ബാധ അതൊന്നും വരത്തില്ല. ഇപ്പോൾ നമ്മൾ മെക്സിക്കൻ ഗ്രാസ് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ച് ഇടയ്ക്ക് മരുന്നൊക്കെ ഉപയോഗിക്കേണ്ടി വരും, പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അത് താല്പര്യമില്ലാത്തവർക്ക് ബഫലോ ഗ്രാസ് തന്നെ പോയാൽ മതി. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് റൂഫിന് നല്ലൊരു പ്രൊട്ടക്ഷനാണ്. ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നില്ല. കാരണം എത്ര ചൂട് വന്നാലും ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇത്രയും ചകിരിച്ചോറും മണ്ണും എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇത് കരിയാതിരിക്കാനായിട്ട് നനച്ചും കൊടുക്കും. സോ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് ടെറസ് എപ്പോഴും തണുത്തേ കിടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ വരാത്തതുകൊണ്ട് ക്രാക്കൊന്നും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പോൾ ബാക്കി വർഷാവർഷം ചെയ്യേണ്ട മെയിൻ്റെനൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ ടെറസിന് വരുന്നില്ല. ഇത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ സെക്കൻഡ്, റൂം നല്ല തണുത്തായിരിക്കും ഇരിക്കുന്നത്. കാരണം ടെറസ് ചൂടാവുന്നത് കാരണമാണ് റൂമിന് ടെമ്പറേച്ചർ നല്ലൊരു ഹൈക്ക് വരുന്നത്. സോ ഇത് ചെയ്യുന്നതോടുകൂടി അതും പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ കോസ്റ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു റൂമിൽ AC വെക്കുന്നതിനെക്കാട്ടി എഫക്റ്റീവാണ് അതിൻ്റെ റൂഫിൽ ടെറസ് ഗാർഡൻ ചെയ്യുന്നത്. പ്ലസ് ഹെൽത്ത് വൈസ് ഓൾസോ നമ്മളൊരു AC റൂമിൽ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത്. ജനൽ തുറന്നിട്ട് ഫ്രഷ് എയർ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നത്. സോ ഗോ ഫോർ ദിസ്. നെക്സ്റ്റ് സമ്മർ ഇത്രയും പ്രശ്നമില്ലാതെ ഈ സമ്മറിൽ കൂടെ കടന്നു പോകാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ബൈ.